ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഈ സോരും സിദോനും ഒന്നും യഹൂദന്മാരുടെ ദേശമല്ല, അവിടേക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, യേശു കുറച്ച് സ്വസ്ഥതയ്ക്ക് വേണ്ടി പോകുകയാണ്. സോരിലും സിദോനിലും ഒന്നും യേശുവിനെ അറിയുന്നവർ ഏറെ പേരില്ല. ചിലരൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ടാകാം തീർച്ചയായിട്ടും. എന്നാലേ ഗലീലയിലോ യഹൂദിയയിലോ പ്രത്യേകിച്ച് ജെറുസലേമിലോ ഒക്കെ പോകുമ്പോൾ ഉള്ളതുപോലെ യേശുവിനെ അങ്ങനെ നേരിട്ട് അറിയാവുന്ന ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് സോരിലോ സിദോനിലോ ഒക്കെ പോയാൽ ജാതികളുടെ പട്ടണമായതുകൊണ്ട് കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടും കുറച്ച് നേരത്തേക്ക്. അതുകൊണ്ട് ജോലിക്കിടയിൽ നിന്ന് ഒരു വെക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് കർത്താവ് അവിടേക്ക് പോകുന്നത്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശുവിനെ ജനങ്ങൾക്ക് അറിയത്തില്ല എന്ന് കരുതിയാണ് യേശു അവിടേക്ക് പോയതെങ്കിലും അവിടെ ചെന്നപ്പോഴും യേശുവിനെ അറിയുന്നവരുണ്ട്. ഏറെ പേരൊന്നുമില്ലെങ്കിലും ചിലർക്കെങ്കിലും അറിയാം. ഈ കനാന്യ സ്ത്രീ എങ്ങനെയാണ് അറിഞ്ഞത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും ഊഹിക്കാവുന്നതാണ്. യേശുവിനെ കണ്ടപ്പോൾ ഇവിടെ വല്ലവരോടൊക്കെ അന്വേഷിച്ച് കാണും, ഇത് ആരാത്? അപ്പോൾ യേശുവിനെ അറിയാവുന്ന ചുരുക്കം പേരാരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും, യേശു എന്ന് പറയുന്ന ആളാണ്, നസ്രേനായ യേശു എന്ന പേരിൽ അറിയപ്പെടുന്നു. കേട്ടില്ലായിരുന്നു ആ പാലസ്തീൻ നാട്ടിലൊക്കെ വലിയ അത്ഭുതങ്ങളൊക്കെ ഈയിടെ നടക്കുന്നത്, ആ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കാം. അല്ലാതെ വേറെ വഴിയിലൊന്നും കനാന്യ സ്ത്രീ യേശുവിനെ അറിയാൻ സാധ്യതയില്ല. യേശുവിനെ ഈ കനാന്യ സ്ത്രീ അറിഞ്ഞത് എങ്ങനെയാണെങ്കിലും അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഈ കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കനാന്യരെന്ന് പറയുന്നത് ഏതാണ്ട് 1500ഓളം വർഷം മുൻപ് ഇസ്രായേൽക്കാരവിടെ വരുമ്പോൾ ഈ ദേശത്ത് അടക്കി വാണിരുന്നതായ തദ്ദേശവാസികളാണ്. അവരോട് നിരന്തരം യഹോവയ്ക്ക് യുദ്ധമുണ്ട്, അല്ലെ ഇസ്രായേൽ ജനത്തിന് യുദ്ധമുണ്ട്. കനാന്യരെ പൂർണ്ണമായി നശിപ്പിച്ചു കളയാൻ യോശുവയുടെ കാലത്ത് കഴിഞ്ഞില്ല. അതുകൊണ്ട് കനാന്യര് കുറെ പേര് ആ ദേശത്തൊക്കെ താമസമുണ്ട്. ഇസ്രായേൽക്കാരുമായിട്ട് അവർ നിരന്തരമായി യുദ്ധത്തിലും പോരാട്ടത്തിലും ശത്രുതയിലുമൊക്കെയാണ്. ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുക്കളുടെ കൂട്ടത്തിൽ വരുന്നവരാണ് ഈ കനാന്യരെന്ന് പറയുന്നത്. അതൊരു കാരണമാണ്. രണ്ടാമത്, കനാന്യരെന്ന് പറയുമ്പോൾ യഹൂദനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കനാന്യരെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം യഹൂദൻ മാത്രമാണ് ദൈവത്തിന് ജനമെന്നും ബാക്കിയുള്ളവരൊന്നും ദൈവത്തിന് ജനമല്ലെന്നും വിശ്വസിക്കപ്പെടുന്ന കാലമാണത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കപ്പെടുന്ന യഹൂദന്മാരെ സഹായിക്കുവാൻ വേണ്ടിയാണ് യേശു ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ കനാന്യ സ്ത്രീ വന്നിട്ട് തനിക്ക് സഹായം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവ് ഈ സ്ത്രീയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവിന്റെ ദൗത്യം അപ്പോൾ ഉണ്ടായിരുന്നത് യഹൂദന്മാരോടാണ്. അല്പം ക്രൂരമായി തോന്നാവുന്ന ചില കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുകൂടെ പറയട്ടെ. നമുക്ക് അറിയാവുന്നതുപോലെ ഈ യഹൂദന്മാരെന്ന് പറയുന്നത് അത്ര നല്ല ആൾക്കാരൊന്നുമല്ല. അവരിലെ ഭൂരിപക്ഷവും ദൈവത്തോട് വലിയ ഭക്തിയുള്ളവരുമല്ല. വളരെ ചുരുക്കം പേര് മാത്രമാണ് ദൈവത്തോട് ഭക്തിയുള്ളവർ. എന്നിട്ട് യഹൂദന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമാണ് എന്ന് പറയുന്നു. നല്ലവരായ യഹൂദന്മാരുള്ളതുപോലെ തന്നെ ജാതികളുടെ ഇടയ്ക്കും ദൈവത്തോട് സാമാന്യം നല്ല ഭക്തിയുള്ളവരുണ്ട് എന്ന് ദൈവോജനത്തിൽ തന്നെ തെളിവുണ്ട്. എന്നാലേ അവരെ സഹായിക്കുന്നില്ല, യഹൂദന്മാരെ മാത്രം സഹായിക്കുന്നു. ഇവിടെ യേശു ചെയ്തത് തെറ്റല്ലേ എന്ന് നമുക്ക് തോന്നാവുന്നതാണ്. ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് യേശു പറയുന്ന മറുപടിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ അവളോട് ഒരു വാക്കു ഉത്തരം പറഞ്ഞില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കനാന്യ സ്ത്രീ പുറകെ നടന്ന് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, നീ സഹായിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് യേശു തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഒരു വാക്കുപോലും പറയാതെ ഇങ്ങനെ പോരുകയാണ്. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചും കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ശിഷ്യന്മാർക്ക് ഇവളോട് വലിയ സ്നേഹമുണ്ടായിട്ടൊന്നും പറഞ്ഞതല്ല എന്ന് ഓർക്കേണ്ടതാണ്. കാരണം ഇവിടെ സ്നേഹത്തിന്റെ വിഷയമൊന്നുമില്ല. ശിഷ്യന്മാര് പറയാ, ഇവളിങ്ങനെ പുറകെ നിലവിളിച്ചുകൊണ്ട് വരുന്ന ഒരു ശല്യമാണ്, അവളെ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞയക്ക്, അവൾ ആവശ്യപ്പെടുന്നത് കൊടുത്തോ, അല്ലെ നല്ല വാക്ക് പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ ഈ ശല്യം ഒന്ന് ഒഴിവാക്കിത്താ. അതാണ് ശിഷ്യന്മാർ പറയുന്നത്. അല്ലാതെ ശിഷ്യന്മാർക്ക് യേശുവിനുള്ളതിനേക്കാൾ കൂടിയ സ്നേഹമൊന്നും ഈ കനാന്യ സ്ത്രീയോടുണ്ട് എന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ടതില്ല. അതിനെ അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ കാര്യം നാം ഒരു മാർമിക വിഷയമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനു മുമ്പേ നാം ഈ 10-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ യാതൊരു കാരണവശാലും ജാതികളുടെ പട്ടണങ്ങളിൽ പോകരുത്, ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അവരെ വിടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന് കാരണം ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും പറയട്ടെ. യഹൂദന്മാർക്ക് വേണ്ടിയാണ് ദൈവം രക്ഷയൊരുക്കിയത്.
കാരണം അബ്രഹാമിന്റെ സന്തതിയായ യഹൂദന്മാർക്കാണ് ദൈവീക കൽപ്പന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഈ രക്ഷ വരുവാനിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് രക്ഷ കൊടുക്കുവാൻ കർത്താവ് ആ സമയത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്താൽ ദൈവമെല്ലാം അറിയുന്നു എന്നത് വസ്തുതയാണ്, സത്യമാണ്. എങ്കിൽ പോലും ഇത് പറയുന്ന സമയത്ത് യഹൂദന്മാർക്കല്ലാതെ ജാതികളിൽപ്പെട്ടവർക്ക് രക്ഷ കൊടുക്കുക എന്നൊരു പരിപാടി ഇല്ല. പിന്നെ എപ്പോഴാണ് അത് സംഭവിക്കുക? റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചുകൊള്ളുക. യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ജാതികൾക്ക് രക്ഷ വന്നത്. യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞില്ലായിരുന്നു എങ്കിൽ ജാതികൾക്ക് രക്ഷ വരികയില്ലായിരുന്നു, കർത്താവ് അവരെ രക്ഷിക്കയില്ലായിരുന്നു. എന്നാൽ റോമാലേഖനത്തിൽ പറയുന്നു, യഹൂദന്മാരെ അവിശ്വാസത്താല് ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ യഹൂദന്മാരുടെ അവിശ്വാസ നിമിത്തം ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ യഹൂദന്മാരുടെ അവിശ്വാസം കൊണ്ടാണ് ജാതികൾക്ക് രക്ഷ ലഭിച്ചത്. അങ്ങനെ യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞു എന്ന് ഉറപ്പാകുന്നത് വരെ ജാതികളിലേക്ക് തിരിയുവാൻ കർത്താവിന് സാധ്യമല്ല. കാരണം കർത്താവ് നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് തന്റെ വാക്കുകൾ മാറ്റാൻ പറ്റില്ല. യഹൂദന്മാർക്ക് വേണ്ടിയാണ് രക്ഷ എന്നത് ശരിയാണ്. കർത്താവിന് ഈ സന്ദർഭത്തിൽ അത് മാറ്റാൻ പറ്റില്ല. എന്നാൽ ജാതികൾക്ക് കൂടി രക്ഷ കൊടുക്കണമെങ്കിൽ യേശുവിനെ തള്ളിക്കളയണം. ആ സംഭവം ഉണ്ടായത് ഓശാന ഞായറാഴ്ച എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ സംഭവം നടന്ന ദിവസമാണ്. കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട്, യഹൂദന്മാരുടെ രാജാവായിട്ട്, യഹൂദന്മാരുടെ മിശിഹായായിട്ട് പ്രവചനങ്ങളുടെ നിവൃത്തിയായി കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ അവർ യേശുവിനെ സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ യേശുവിനെ അവർ സ്വീകരിക്കാഞ്ഞത് നിമിത്തം അവരുടെ ആ ചാൻസ് നഷ്ടപ്പെടുകയും വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും സുവിശേഷത്താൽ രക്ഷപ്പെടാമെന്നുള്ളതായ കൽപ്പന, പുതിയൊരു നിയമം കർത്താവ് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളയുന്ന സമയം വരെയുള്ള കാലത്ത് ദൈവം യേശുവിനെ അയച്ചത് യഹൂദ ഗോത്രങ്ങളിലെ കാണാതെ പോയ ആളുകളിലേക്ക് മാത്രമാണ്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.